ജിൻഡോ, അങ്ങനെ സമരമുണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിക്ക് അപ്പോൾ അറിയാം, മുഖ്യമന്ത്രിക്ക് ഇവരുമായി ചർച്ച നടത്താൻ അറിയാം. പക്ഷേ സമരം ഈ രീതിയിലേക്ക് മാറണം. രാഷ്ട്രപതി വരുന്ന ദിവസം ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് ഉണ്ടാവണം, പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാവണം, 16-ാം നാൾ ഇലക്ഷൻ ഉണ്ടാവണം. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി സമരക്കാരെ കാണും എന്ന സന്ദേശമാണോ ഇന്നുണ്ടായത് ജിൻഡോ? ലക്ഷ്മി, സമരം അങ്ങനെയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ തന്നെ സമരം ചെയ്യണം. കാരണം കേരളത്തിലെ പൊതുസമൂഹത്തോട്, പ്രതിപക്ഷത്തോട് എങ്ങനെയാണ് സമരം ചെയ്യേണ്ടതെന്ന് ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സഭയിൽ പറഞ്ഞതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആശാ വർക്കർമാർക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് പോകേണ്ടി വന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ആർക്കും, ഈ ചർച്ച കാണുന്ന ആർക്കും ഒരു തർക്കമുണ്ടാകാൻ സാധ്യതയില്ല. ഞാൻ ഇതിനെ കാണുന്ന വേറൊരു രീതിയിലാണ്. MP രാജേഷിന്റെ ഒരു പ്രസ്താവനയുണ്ട്. ദരിദ്രരില്ലാത്ത കേരളം സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നു. ചൈനയ്ക്ക് ശേഷം ലോകത്തിൽ ആദ്യമായിട്ട് ഒരു ഭരണകൂടം അത് ചെയ്യാൻ പോകുന്നു. ശരിയാണ്, ചൈനയ്ക്ക് ശേഷമാണ്. അതിന് സമാനമാണ് ഇന്ന് നടന്ന കാര്യങ്ങൾ. പണ്ട് ചൈനയിലെ പൗരാവകാശ പ്രവർത്തകർ സമരം ചെയ്തപ്പോൾ ടിയാൻമെൻ സ്ക്വയറിൽ ബാറ്റൺ ടാങ്കുകൾ കയറ്റി ഇറക്കി ആളുകളെ വെടിവെച്ചും പീരങ്കി കൊണ്ടും ഒക്കെ കൊന്നു കളഞ്ഞതിന് സമാനമായ സാഹചര്യം ഇന്ന് ഞാൻ കണ്ടു. സമരം ചെയ്യുന്ന ആശാ വർക്കർമാരെ, റോട്ടിലിരിക്കുന്ന ആശാ വർക്കർമാരുടെ നേരേക്ക് ജീപ്പ് ഓടിച്ച് കയറ്റാൻ നോക്കിയ ആ ഉദ്യോഗസ്ഥൻ, പോലീസുകാരൻ, ഏതവനായാലും അവനെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ചൈനയ്ക്ക് തുല്യമായ, ടിയാൻമെൻ സ്ക്വയറിന് തുല്യമായ പരിപാടി തന്നെയാണ് പിണറായി വിജയൻ നടത്തുന്നത്. ഇവിടെ കമ്മ്യൂണിസ്റ്റുകളും ഫാസിസ്റ്റുകളും തമ്മിലുള്ള തർക്കവും സമരമാണ് നടക്കുന്നത്. സമരം ചെയ്യുന്ന ആശാ വർക്കർമാരും അവരോടൊപ്പം നിൽക്കുന്ന മുഴുവൻ മനുഷ്യരും ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റുകളുമാകുമ്പോൾ ഇവിടെ ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാർ ഫാസിസ്റ്റാണ്. അതുകൊണ്ടാണ് ഇവരുടെ സങ്കടങ്ങൾ കഴിഞ്ഞ 256 ദിവസമായിട്ട് സെക്രട്ടേറിയറ്റിന് പുറത്ത് സമരം ചെയ്യുന്ന മനുഷ്യർ മഴയും മഞ്ഞും വെയിലും കൊണ്ട് സമരം ചെയ്യുമ്പോൾ, മഴ പെയ്യുമ്പോൾ നനയാതിരിക്കാൻ വേണ്ടി വലിച്ചു കെട്ടിയ ടാർപോളിംഗ് ഷീറ്റ് അഴിച്ചു മാറ്റുന്ന പോലീസുകാരൻ തുടങ്ങി ആ സെക്രട്ടേറിയറ്റിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ജനാല പാളി ഒന്ന് തുറന്നാൽ ഇവരെ കണ്ണേറ് ദൂരത്ത് കാണാൻ പറ്റും. എന്നിട്ടും അവർക്ക് നേരെ ഒന്ന് കണ്ണയക്കാതെ, അവരുടെ സങ്കടങ്ങൾക്ക് കാതു കൊടുക്കാതെ, അവരോടൊന്ന് സംസാരിക്കാതെ പോകുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് പരിഹാരം കാണാൻ, മുഖ്യമന്ത്രിയുടെ വാ തുറന്ന് കേൾക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗം അവരുടെ മുമ്പിലില്ല. ഈ സമരമാർഗം ഒരു തെറ്റാണെന്ന് ഞാൻ പറയില്ല. ഇത്തരത്തിലുള്ള സമരമാർഗം അനിവാര്യമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. 100 വർഷം മുമ്പ് ഹർത്താൽ പ്രഖ്യാപിച്ച മഹാത്മാഗാന്ധിയുടെ രാജ്യം ഇത്. അപ്പോൾ ഹർത്താൽ പ്രഖ്യാപിച്ച് സമരം ചെയ്യേണ്ട ഗതികേട് അന്നുണ്ടായെങ്കിൽ ഇന്ന് ആശാ വർക്കർമാർക്ക് പോലീസ് ജീപ്പിന്റെ മുമ്പിൽ ഇരിക്കേണ്ട ഗതികേട് ഉണ്ടാകുകയാണ്. അവർ സംസാരിക്കുന്ന മൈക്ക് പിടിച്ചു വാങ്ങുന്നു. ഇവിടെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഹൗളിംഗ് ഇട്ട മൈക്കിനെതിരെ കേസെടുത്ത പോലീസ് ഈ ആശാ വർക്കർമാരുടെ മൈക്ക് പിടിച്ചു വാങ്ങിയത് എന്തുകൊണ്ടാ? അവർ പറയുന്ന മുദ്രാവാക്യങ്ങൾ ഉറക്കെ പറഞ്ഞ് നാട്ടുകാർ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ. എന്തിനിത്ര പ്രയാസപ്പെടുന്നു? ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇവരുടെ സങ്കടം കേൾക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? 16,000 രൂപയുടെ തോർത്ത് വാങ്ങി കുളിച്ചു തോർത്തുന്ന മന്ത്രിമാർ, 36,000 രൂപയുടെ കണ്ണട വെച്ചിട്ടും ഇവരുടെ സങ്കടം കാണാത്ത മന്ത്രിമാർ കേരളം ഭരിക്കുമ്പോൾ ഇതല്ലാതെ മറ്റൊരു സമരമാർഗമില്ല. സാധാരണക്കാരെ അവഗണിച്ചുകൊണ്ട്, സാധാരണക്കാരുടെ സങ്കടം കാണാതെ ഈ ആശാ വർക്കർമാരുടെ കയ്യിൽ നിന്നടക്കം വൈദ്യുത ചാർജും വെള്ളക്കരവും വീട്ടുകരവും ഭൂനികുതിയും ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് പെട്രോളിയം നികുതി ഭീകരതയിലൂടെ കേന്ദ്ര ഗവൺമെന്റിന്റെ തോളോട് തോൾ ചേർന്ന് നിന്ന് 2 രൂപ അധിക സെസ് വാങ്ങിക്കൊണ്ട് ഈ ആശാ വർക്കർമാരെ അടക്കം കൊള്ളയടിക്കുന്ന ഒരു സർക്കാർ അവരുടെ സങ്കടം കാണാതെ പോകുമ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ട് നേരിടുക, അങ്ങനെ നേരിടുന്ന ആശാ വർക്കർമാരുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ജനാധിപത്യ കേരളത്തിൽ പൗരബോധമുള്ള, സമരാഭിമുഖ്യമുള്ള മുഴുവൻ മനുഷ്യർക്കും ചെയ്യാൻ പറ്റുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.